ഹലോ എവ്രി വൺ, മലയാളം സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് മലയാളം സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓരോ ടെൻസസും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ 10 ടെൻസസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 2 ടെൻസസും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ടെൻസ് ആണ് പഠിച്ചത്? നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന സെക്കൻഡ് ടെൻസ് ആയ ഏതാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇത് 11th ടെൻസ് ആണ്. ഇനി ഒരു ടെൻസും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോ ഈ ഒരു ടെൻസ് എന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു ടെൻസിനെ കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ നമ്മൾ ഈ ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന ആദ്യത്തെ ടെൻസ് ഏതായിരുന്നു? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ആ ഒരു ടെൻസിൽ നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് ഫോം ചെയ്തത്, ഞാൻ കളിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞത് ഐ വിൽ പ്ലേ എന്ന് പറഞ്ഞു. ഇനി അത് മാറി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലായപ്പോൾ ആ സെന്റൻസ് എങ്ങനെയായത്? ഞാൻ കളിക്കും എന്നുള്ളത് ഞാൻ കളിക്കുകയായിരിക്കും എന്ന് നമ്മൾ പറയും. അപ്പൊ എങ്ങനെ നമ്മൾ സെന്റൻസ് ഫോം ചെയ്യാം? ഐ വിൽ ബി പ്ലേയിങ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ കളിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ആദ്യം തന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി ഏതാണ്? വിൽ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും ഐ വിൽ, പിന്നെ ഹാവും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഐ വിൽ ഹാവ്. ഇനി നമ്മൾ എന്താ എഴുതാം? നമ്മൾ വെർബിന്റെ തേർഡ് ഫോം എഴുതണം. കാരണം എന്തുകൊണ്ടാണ്? പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും വെർബിന്റെ തേർഡ് ഫോം ആണ് എഴുതേണ്ടത്. അപ്പൊ എന്തായി സെന്റൻസ്? ഞാൻ കളിച്ചിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ ഐ വിൽ ഹാവ് പ്ലേഡ് എന്ന് പറയും. എന്തുകൊണ്ടാണ് പ്ലേഡ് എന്ന് പറഞ്ഞത്? പ്ലേ എന്നുള്ള വെർബിന്റെ തേർഡ് ഫോം ആണ് പ്ലേഡ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇ ആണ് ആഡ് ചെയ്തത്. അതൊരു റെഗുലർ വെർബ് ആണ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ് എന്നാണ് നമ്മുടെ 3 ഫോംസ് ഓഫ് ദി വെർബ്. ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, വൈകുന്നേരം 4 മണി ആവുമ്പോഴത്തേക്കും ഹരി തോട്ടത്തിൽ എല്ലാ തൈകളും നട്ടിട്ടുണ്ടാകും. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ ആരാണ് നട്ടിട്ടുണ്ടാവുക? ഹരിയാണ്. അപ്പൊ നമുക്ക് ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? ഹരി എന്ന് എഴുതാം. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്? നട്ടിട്ടുണ്ടാകും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്തെഴുതും? വിൽ ഹാവ്. അപ്പൊ നടുക എന്നുള്ളതിന് നമുക്ക് പ്ലാന്റ് എന്ന് പറയാം. അപ്പൊ പ്ലാന്റിന്റെ തേർഡ് ഫോം എന്താണ്? പ്ലാന്റഡ് എന്നാണ്. അപ്പൊ ഹരി വിൽ ഹാവ് പ്ലാന്റഡ്. ഇനി വാട്ട് എന്നുള്ളിടത്ത് നമുക്ക് എന്താ ആൻസർ ചെയ്യാൻ പറ്റുക? എല്ലാ തൈകളും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഓൾ ദി സാപ്ലിങ്സ് എന്ന് പറയും. അപ്പൊ ഹരി വിൽ ഹാവ് planted all the saplings. ഇനി നമുക്ക് for whom, about whom, how, why ഒന്നും എഴുതാനില്ല. നമുക്ക് ഇനി എന്താണ് എഴുതാനുള്ളത്? where എന്നാണ് എഴുതാനുള്ളത്. ഇവിടെയാണ് നടുക. എന്താണ് ആൻസർ? തോട്ടത്തിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും in the garden എന്ന് പറയും. ഇനി നമുക്ക് എഴുതാനുള്ളത് when എന്നാണ്. എപ്പോഴാണ് നടുക? വൈകുന്നേരം 4 മണി ആവുമ്പോഴത്തേക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ by 4 PM എന്ന് പറയും. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഹരി വിൽ ഹാവ് പ്ലാന്റഡ് ഓൾ ദി സാപ്ലിങ്സ് ഇൻ ദി ഗാർഡൻ ബൈ 4 PM എന്നാവും. അപ്പോ ഈ ഒരു സെന്റൻസിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഭാവിയിൽ കംപ്ലീറ്റ് ആവും എന്ന് ഉറപ്പുള്ള ഒരു ആക്ഷൻ പറയാൻ നമുക്ക് ഈ ഒരു ടെൻസ് യൂസ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ സെന്റൻസിൽ അത് അണ്ടർസ്റ്റുഡ് ആണ്. എന്താണ്? 4 മണി ആവുമ്പോഴത്തേക്ക് ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആവും എന്ന് ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യും. ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അടുത്ത വേനൽക്കാലം ആവുമ്പോഴത്തേക്കും ഒരു പുതിയ കാർ വാങ്ങാനുള്ള ആവശ്യത്തിന് പണം ഞാൻ സ്വരൂപിച്ചിട്ടുണ്ടാകും. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഹൂ എന്നുള്ള സ്ഥാനത്ത് ആരാണ് സ്വരൂപിക്കുന്നത്? ഞാനാണ്. അപ്പൊ നമ്മൾ ഐ എന്ന് എഴുതും. ഇനി സ്വരൂപിച്ചിട്ടുണ്ടാകും എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയും? വിൽ ഹാവ്. ഇവിടെ വേർബ് എന്ന് പറയുന്നത് സ്വരൂപിക്കുക എന്നാണ്. അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? സേവ് എന്ന് പറയും. അതിന്റെ ഒപ്പം നമ്മൾ ഇ ആഡ് ചെയ്യും. അപ്പൊ ഐ വിൽ ഹാവ് സേവ്ഡ്. ഇനി നമുക്ക് വാട്ട് എന്നുള്ളടത്ത് എന്താ ആൻസർ ചെയ്യാൻ പറ്റാ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ആവശ്യത്തിന് പണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഇനഫ് മണി എന്ന് പറയും.
അപ്പോൾ ഇനി നമുക്ക് ഫോർ ഹും, എബൌട്ട് ഹും അവിടെ പകരം നമുക്ക് ഫോർ ഹുമിന്റെ പകരം നമുക്ക് ഫോർ വാട്ട് എന്ന് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പുതിയ കാർ വാങ്ങാനുള്ള ആവശ്യത്തിന് പണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പുതിയ കാർ വാങ്ങാൻ എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ എങ്ങനെ എഴുതും? ടു ബൈ എന്താണ്? എ ന്യൂ കാർ എന്ന് പറയും. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഇനി എഴുതാനുള്ളത് എന്താണ്? വെൻ എന്നാണ് എഴുതാനുള്ളത്. എന്താണ് നമ്മൾ പറഞ്ഞത്? അടുത്ത വേനൽക്കാലം ആവുമ്പോഴത്തേക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ബൈ നെക്സ്റ്റ് സമ്മർ എന്ന് എഴുതാം. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഐ വിൽ ഹാവ് സേവ്ഡ് ഇനഫ് മണി ടു ബൈ എ ന്യൂ കാർ ബൈ നെക്സ്റ്റ് സമ്മർ എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോ ഈ ഒരു ടെൻസിൽ നമ്മൾ ടൈം ഫ്രേസ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ അപ്പൊ അടുത്ത വേനൽക്കാലം ആവുമ്പോഴേക്കും എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ടൈമാണ്. അപ്പോൾ ബൈ നെക്സ്റ്റ് സമ്മർ, അപ്പൊ ആ സമ്മറിന്റെ ഉള്ളിൽ എന്തായാലും ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യും. ഇനി നമുക്ക് പറയണം, നാളെ ഈ സമയം ആവുമ്പോഴത്തേക്കും ഞങ്ങൾ കോസ്റ്ററിക്കയിൽ എത്തിയിട്ടുണ്ടാകും എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ ആരാണ് എത്തിയിട്ടുണ്ടാകുക കോസ്റ്ററിക്കയിൽ നാളെ? ഞങ്ങളാണ്. അപ്പൊ നമ്മൾ വി എന്ന് എഴുതും. ഇനി എത്തിയിട്ടുണ്ടാകും എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറയാം? വിൽ ഹാവ്. എത്തുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? റീച്ച് ആണ്. അതിന്റെ ഒപ്പം ഇ ആഡ് ചെയ്യാം. അപ്പൊ വി വിൽ ഹാവ് റീച്ച്ഡ്. ഇനി നമുക്ക് വാട്ട്, ഫോർ ഹും, എബൌട്ട് ഹും, വൈ, ഹൗ ഒന്നും എഴുതാനില്ല. വേറെന്നാണ് എഴുതാനുള്ളത്. എവിടെയാണ്? കോസ്റ്ററിക്കയിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ കോസ്റ്ററിക്ക എന്ന് പറയാം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് വെൻ എന്നും കൂടിയാണ് എഴുതാനുള്ളത്. എപ്പോഴാണ് എന്നാണ് പറഞ്ഞത്? നാളെ ഈ സമയം ആവുമ്പോഴത്തേക്കും എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ബൈ ദിസ് ടൈം ടുമോറോ എന്ന് വരും. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? വി വിൽ ഹാവ് റീച്ച്ഡ് ഇൻ കോസ്റ്ററിക്ക ബൈ ദിസ് ടൈം ടുമോറോ എന്ന് വരും. അപ്പൊ ഈ ഒരു സെന്റൻസിൽ ഇവിടെ നമുക്ക് ടൈം ഫ്രേസ് യൂസ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? നാളെ ഈ സമയം ആവുമ്പോഴത്തേക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ 2 മണിയാണെങ്കിൽ നാളെ ഈ 2 മണിക്ക് മുൻപ് തന്നെ അവർ ഈ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് അവര് കോസ്റ്ററിക്കയിൽ ഈ 2 മണിക്ക് മുൻപ് എന്തായാലും എത്തിയിട്ടുണ്ടാകും എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണം, ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും വിമാനം പുറപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടാകും എന്ന് നമുക്ക് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇവിടെ ഈ ഒരു സെന്റൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാം. ഇവിടെ 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ്? വിമാനം എടുത്തിട്ടുണ്ടാകും എന്നും പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും എന്ന് നമ്മൾ പറയുകയും ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുക? ഞാനിവിടെ ഒരു ലൈൻ വരച്ചേക്കുന്നത് കണ്ടോ? അത് ഫ്യൂച്ചർ ടെൻസ് ആണ് കാണിക്കുന്നത്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ലൈൻ വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞത് ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും അതിനു മുൻപ് ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞത്. എന്താണ്? പ്ലെയിൻ എടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ വിമാനം എടുത്തിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് ആദ്യം നടന്ന പ്രവൃത്തി അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എന്ത്? ഞാൻ എയർപോർട്ടിൽ എത്തുന്നത്. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തിയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ വിമാനം എടുത്തിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതെങ്ങനെ നമ്മൾ എഴുതും? അപ്പോൾ ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? ദ പ്ലെയിൻ എന്ന് എഴുതാം. ഇനി എടുത്തിട്ടുണ്ടാകും എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയും? അപ്പൊ വിമാനമായതുകൊണ്ട് നമ്മൾ സാധാരണ ടേക്ക് ഓഫ് എന്നാണ് പറയാം. മനസ്സിലായോ? അപ്പോൾ പറന്നിട്ടുണ്ടാകും, എടുത്തിട്ടുണ്ടാകും എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ദ പ്ലെയിൻ വിൽ ഹാവ് ടേക്ക് ഓഫ് എന്നാണോ പറയാ? അല്ല, നമ്മൾ വേർബിന്റെ തേർഡ് ഫോം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ടേക്ക് എന്നുള്ള വേർബിനെ നമ്മൾ തേർഡ് ഫോം ആക്കണം. അപ്പൊ ടേക്ക്, ടുക്ക്, ടേക്കൺ എന്നാണ്. അപ്പോൾ the plane will have taken off എന്ന് പറയാം. മനസ്സിലായോ? taken off. ഇനി നമുക്ക് എന്താണ് ഇനി എഴുതാനുള്ളത്? ഇനി നമുക്ക് എഴുതാനുള്ളത് when എന്നാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും എന്നാണ് when എന്നുള്ള സ്ഥാനത്ത് നമുക്ക് പറയാനുള്ളത്. അതെങ്ങനെ നമ്മൾ പറയും? by the time I reach the airport. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ പെർഫെക്റ്റ് ടെൻസിൽ, അതായത്
ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എപ്പോഴും ഇതുപോലെ രണ്ട് വേർബ്സ് വരുന്നുണ്ടെങ്കിൽ, രണ്ട് പാർട്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നടന്ന പ്രവൃത്തി ആദ്യം എഴുതണം. അത് നമ്മൾ എഴുതേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ്. സെക്കൻഡ് ഭാഗമല്ലേ, അതായത് രണ്ടാമത് നടന്ന പ്രവൃത്തിയില്ലേ, അത് നമ്മൾ എഴുതേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അത് ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ ബൈ ദ ടൈം ഐ റീച്ച് ദി എയർപോർട്ട് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണം, ജൂലിക്ക് 30 വയസ്സാവുമ്പോഴത്തേക്കും അവൾ ഡോക്ടറേറ്റ് ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ ആരാണ് ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ടാകുക? ജൂലിയാണ്. അപ്പൊ ജൂലി എന്ന് എഴുതും നമ്മൾ ഹൂ എന്നുള്ള സ്ഥാനത്ത്. ജൂലി പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാ, വിൽ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്നും പറയാം കേട്ടോ. അപ്പൊ ജൂലി വിൽ ഹാവ് ഫിനിഷ്ഡ്. ഇനി വാട്ട് എന്നുള്ളിടത്ത് നമുക്ക് എന്താ ആൻസർ ചെയ്യാൻ പറ്റുക? അവളുടെ ഡോക്ടറേറ്റ് ബിരുദം എന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനെ പറയും? ഹർ ഡോക്ടറേറ്റ് ഡിഗ്രി എന്ന് പറയും. അപ്പോൾ ജൂലി വിൽ ഹാവ് കംപ്ലീറ്റഡ് ഓർ ജൂലി വിൽ ഹാവ് ഫിനിഷ്ഡ് ഹർ ഡോക്ടറേറ്റ് ഡിഗ്രി. ഇനി നമ്മൾ എന്ത് എഴുതാം? ഇനി നമുക്ക് വെൻ എന്നാണ് എഴുതാനുള്ളത്. ജൂലിക്ക് 30 വയസ്സാവുമ്പോഴത്തേക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ബൈ ദ ടൈം, ജൂലി എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഷീ എന്ന് മെൻഷൻ ചെയ്യാം. ബൈ ദ ടൈം ഷീ ടേൺസ് 30 എന്ന് പറയാം. അപ്പൊ ഇവിടെ ഏജ് ആയതുകൊണ്ടാണ് നമ്മൾ ടേൺ എന്നുള്ള വേർബ് യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ രണ്ട് വേർബ്സ് ശരിക്കും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ സെക്കൻഡ് പാർട്ട് നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഷീ എന്നുള്ള സബ്ജക്റ്റ് വന്നപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്തത്? വേർബിന് എസ് ആഡ് ചെയ്തു. അതുകൊണ്ടാണ് അവിടെ ടേൺസ് എന്ന് വന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ എല്ലാവരും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കമന്റ് ബോക്സിൽ ആൻസേഴ്സ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും ട്രെയിൻ പോയിട്ടുണ്ടാകും. ഇതെങ്ങനെ നമ്മൾ പറയും? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.